സംസ്ഥാനത്ത് പുതിയ പുസ്തകങ്ങൾക്ക് അംഗീകാരം. പരിഷ്കരണം 10 വർഷത്തിന് ശേഷം. പുതിയ പാഠപുസ്തകങ്ങൾക്ക് കരിക്കുലം കമ്മിറ്റി അംഗീകാരം നൽകിയതായി വിദ്യാഭ്യാസ മന്ത്രി വി. ശിവൻകുട്ടി. 1, 3, 5, 7, 9 ക്ലാസുകളിലേക്ക് തയ്യാറാക്കിയ 173 പാഠപുസ്തകങ്ങൾക്കാണ് അംഗീകാരം നൽകിയത്. കേരളത്തിൻ്റെ പാഠ്യപദ്ധതിയും അതിൻ്റെ തുടർച്ചയായി പാഠപുസ്തകങ്ങളും സമഗ്രമായ മാറ്റത്തിന് വിധേയമാകുകയാണെന്നും മന്ത്രി പറഞ്ഞു. 2,09,00,000 പാഠപുസ്തകങ്ങൾ വേണ്ടിവരുമെന്ന് മന്ത്രി വ്യക്തമാക്കി. 900-ലധികം വരുന്ന അധ്യാപകരാണ് പാഠ്യപദ്ധതി പരിഷ്കരണവുമായി പ്രവർത്തിച്ചത്. 1.5 വർഷം നീണ്ട പ്രക്രിയയായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. മലയാള അക്ഷരമാല എല്ലാ പാഠപുസ്തകത്തിലുമുണ്ട്. ഏകകണ്ഠമായാണ് കരിക്കുലം കമ്മിറ്റി അംഗീകാരം നൽകിയതെന്നും മന്ത്രി പറഞ്ഞു. 2007 ഇതിനു മുമ്പ് സമഗ്രമായ പാഠ്യപദ്ധതി പരിഷ്കരണം നടന്നത്. 2013 ചില്ലറ മാറ്റങ്ങൾ നടന്നിട്ടുണ്ട്. 10 വർഷത്തിലേറെയായി പാഠ്യപദ്ധതിയിൽ മാറ്റമുണ്ടായിട്ടില്ല. 16 വർഷമായി അറിവിൻ്റെ മേഖലയിൽ വന്ന വളർച്ച, ശാസ്ത്ര സാങ്കേതിക രംഗത്തുള്ള കുതിപ്പ്, വിവരവിനിമയ രംഗത്ത് സാങ്കേതികമായി വന്ന മാറ്റങ്ങൾ തുടങ്ങിയവയെല്ലാം പാഠ്യപദ്ധതിയിൽ പ്രതിഫലിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ജനാധിപത്യം, മതനിരപേക്ഷതയും അടിത്തറയാക്കിക്കൊണ്ടുള്ള നവകേരള സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള കേരളീയ അന്വേഷണങ്ങൾക്ക് സ്കൂൾ വിദ്യാഭ്യാസം പിന്തുണ നൽകേണ്ടതുണ്ട്. വളരെ സമയമെടുത്ത് തികച്ചും ജനകീയമായും സുതാര്യവുമായാണ് പാഠ്യപദ്ധതി പരിഷ്കരിച്ചതെന്നും മന്ത്രി വി. ശിവൻകുട്ടി വ്യക്തമാക്കി. പ്രീ സ്കൂൾ വിദ്യാഭ്യാസം, സ്കൂൾ വിദ്യാഭ്യാസം, അധ്യാപക വിദ്യാഭ്യാസം, തുടർ വിദ്യാഭ്യാസവും മുതിർന്നവരുടെ വിദ്യാഭ്യാസവും എന്നീ മേഖലകളിൽ 4 പാഠ്യപദ്ധതി ചട്ടക്കൂടുകളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇത്തരത്തിൽ തയ്യാറാക്കിയ 4 പാഠ്യപദ്ധതി ചട്ടക്കൂടുകളുടെ അടിസ്ഥാനത്തിൽ പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി ക്ലാസുകൾ വരെ വിവിധ വിഷയങ്ങളുടെ സിലബസ് ഗ്രിഡാണ് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, കന്നഡ ഭാഷകളിലാണ് പുസ്തകങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. 1-ാം ക്ലാസ്സിലെ എല്ലാ പുസ്തകങ്ങൾക്കും പ്രവർത്തന പുസ്തകം അഥവാ ആക്ടിവിറ്റി ബുക്ക് തയ്യാറാക്കും. 5-ാം ക്ലാസ് മുതൽ കലാവിദ്യാഭ്യാസം, തൊഴിൽ വിദ്യാഭ്യാസം എന്നിവയ്ക്ക് പാഠപുസ്തകങ്ങൾ ഉണ്ടാകും. ഇതാദ്യമായാണ് ഇത്തരത്തിൽ ഒരു ക്രമീകരണം നടപ്പിലാക്കുന്നത്. പാഠപുസ്തകങ്ങൾ പുറത്തിറക്കുന്നതോടൊപ്പം ഡിജിറ്റൽ പതിപ്പും പ്രസിദ്ധീകരിക്കും. കുട്ടികളിൽ നിന്നും പഞ്ചായത്ത് തലത്തിലും അഭിപ്രായം തേടിയിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു.